ദേവികുളത്ത് രവീന്ദ്രൻ പട്ടയങ്ങൾ റദ്ദാക്കി 45 ദിവസത്തിനുള്ളിൽ പുതിയ പട്ടയം നൽകാനുള്ള നടപടിക്ക് കാലതാമസം നേരിട്ടേക്കും. പട്ടയം റദ്ദാക്കുന്നതിനും പുതിയവ നൽകുന്നതിനുമുള്ള പരിശോധനകൾക്ക് കൂടുതൽ സമയം വേണ്ടിവരുമെന്നാണ് സൂചന. ദേവികുളം താലൂക്കിലെ 9 വില്ലേജുകളിലായിട്ടാണ് 530 പട്ടയങ്ങൾ ഡെപ്യൂട്ടി തഹസിൽദാറായിരുന്ന എം.എ. രവീന്ദ്രൻ ഒപ്പിട്ട് നൽകിയത്. റദ്ദാക്കുന്നതിന് മുമ്പ് പട്ടയം കിട്ടിയ ആൾക്ക് നോട്ടീസ് നൽകി വിളിച്ചു വരുത്തി ഹിയറിംഗ് നടത്തണമെന്നാണ് ചട്ടം. ഇതിനാദ്യം പട്ടയം ലഭിച്ച ആളുകളുടെ പട്ടിക തയ്യാറാക്കണം. അന്വേഷണത്തിന്റെ ഭാഗമായി വില്ലേജുകളിൽ നിന്നും താലൂക്ക് ഓഫീസിൽ നിന്നും ഇത് സംബന്ധിച്ച ഫയലുകൾ വിജിലൻസ് പിടിച്ചെടുത്തിരുന്നു. ഇത് ഇതുവരെ തിരികെ നൽകിയിട്ടില്ല. പട്ടയം നൽകിയവരുടെ വിവരം രേഖപ്പെടുത്തിയ നമ്പർ 2 രജിസ്റ്ററാണ് ഇതിൽ പ്രധാനപ്പെട്ടത്. ഈ ഫയലുകൾ തിരികെ നൽകണമെന്നാവശ്യപ്പെട്ട് വിജിലൻസിന് കത്ത് നൽകാൻ ദേവികുളം തഹസിൽദാർക്ക് ഇടുക്കി ജില്ലാ കളക്ടർ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. പട്ടയമുള്ള ആളുകളുടെ ലിസ്റ്റ് ലഭ്യമായ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ തയ്യാറാക്കാനും നിർദ്ദേശം നൽകി. ഹിയറിംഗിന് തന്നെ 1 മാസത്തിലധികം സമയം വേണ്ടിവരും. പുതിയ അപേക്ഷകൾ പരിശോധിച്ച് മഹസറും സ്കെച്ചും തയ്യാറാക്കാൻ പ്രത്യേക സംഘത്തെ നിയോഗിക്കാൻ ലാൻഡ് റവന്യൂ കമ്മീഷണർക്കും സർവേ ഡയറക്ടർക്കുമാണ് ചുമതല. ഈ സംഘങ്ങൾ സ്ഥലവും രേഖകളുമൊക്കെ പരിശോധിച്ച് റിപ്പോർട്ട് തയ്യാറാക്കാൻ വീണ്ടും കാലതാമസമുണ്ടാകും. KDH വില്ലേജിൽ പട്ടയം നൽകാൻ അധികാരമുള്ളത് ജില്ലാ കളക്ടർക്കാണ്. ഫലത്തിൽ ഈ നടപടികളെല്ലാം പൂർത്തിയായി പട്ടയം കിട്ടാൻ മാസങ്ങൾ വേണ്ടിവരും. 24 മൂന്നാർ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.